ഇവിടെ ഈ മണശില്പ വെക്കേഷൻ ക്ലാസ് 23 വർഷമായി ഈ സബ് ക്ലാസുകൾ തുടങ്ങി. കൂടാതെ കേരള പോലീസ്, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ മന്ത്രിമാരടക്കം കളക്ടർമാരടക്കം അവരൊക്കെ തരുന്ന ഒരു പിന്തുണയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. കൊല്ലം ബീച്ചിൽ വരുന്ന സന്ദർശകർ തരുന്ന ഒരേ സഹകരണമാണ് ഇന്ന് നമ്മളിവിടെ എത്തിക്കാൻ ഇത്ര പേർക്ക് ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ആർക്കെ മാൾ നൽകുന്ന നല്ല രീതി ശില്പം ചെയ്തു, നല്ല രീതി ഇവിടെ ശില്പം ചെയ്യുന്ന കുട്ടികൾക്ക് ആർക്കെ ബെഡിംഗ് മാൾ നൽകുന്ന ഒരു ഉപകാരം. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ കോളേജിലും എവിടെ ഒരു അഡ്മിഷൻ ചെന്നാലും ഒരു അഡ്മിഷൻ വേണം. മണശില്പം അറിയാവുന്ന സാൻഡ് ആർട്ട്, അത് ഉടനെ തന്നെ എല്ലാ സ്കൂളുകളിലും ഉടനെ ഒരു മെസ്സേജ് ഉണ്ടാവും. തീർച്ചയായിട്ടും മണശില്പം സാധാരണ കൊല്ലം ബീച്ചിലാണ് ഒരുപാട് കണ്ടുവരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിൽ ഞാനൊരു 10-40 മണശില്പമെങ്കിലും ഇവിടെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കലാരംഗവും എല്ലാം കൊല്ലം ജില്ലയ്ക്കാണ്. തീർച്ചയായിട്ടും നമ്മളെ നാട് കൊല്ലം ജില്ലയ്ക്ക് മുൻതൂക്കമാണ്. മണ്ണിൽ ഒരുപാട് പൂക്കൾ വിരിയുവാനും മണ്ണിൽ ഒരുപാട് കഥകൾ ഉയർത്തുവാനും പാടുവാനും ഒക്കെ അവസരമൊരുക്കിയ ഒരുപാട് സന്ദർശകർക്ക് വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ 6ാമത്തെ ഈ ഫൈനലിൽ നല്ല രീതിയിൽ ചെയ്തെന്ന് വെച്ചാൽ പല ഡിസൈനാണ്. ഒരു തേങ്ങ പൊതിച്ചാൽ അത് ബാക്കി ഒരു പോൾ അതിനകത്തിരിക്കുന്നു. ആ ഒരു ചിത്രമാണ് ഇവിടെ ഈ കുട്ടികൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അവർക്ക് ഈ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഈ പെട്ടെന്ന് ചെയ്യാൻ നല്ല പാടുപോലെ ഉണ്ടാകും. ചെയ്ത് വെച്ചപ്പോൾ എങ്ങനെയുണ്ട്? സംഭവം സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ പോളിഷിംഗ് ഒക്കെ ലാമിഷ് കാർഡുണ്ട്, അതൊക്കെ ചെയ്യുമ്പോൾ അല്ല ഇത് കറക്റ്റായിട്ട് 4 ഇരിക്കുന്നതല്ലേ കാണിച്ചേക്കുന്നത്. ചെറിയ ഇതുവരെ നമ്മൾ 4 ഇരിക്കുന്നതായിട്ട് കണ്ടില്ല. 4 പടർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. 4 വരച്ചിരിക്കുന്നത് അവിടെയും വരച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന ഇതിലും ഭംഗിയായി ചെയ്യുന്ന കുട്ടികളുണ്ട്. അടർന്നു വീഴുന്ന ഇതും അടിപൊളിയായിട്ട് ചെയ്യുക. എപ്പോഴും ചെറിയ ശില്പങ്ങൾ ചെയ്യുന്നതാണ് പാട്. വലിയ ശില്പങ്ങൾ നമുക്ക് എളുപ്പം ചെയ്യാം. ചെറിയതായിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ? അത് ആ ചെറിയ തേങ്ങ. അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഒരാളെ വിളിക്കുകയാണ്. പിണങ്ങരുത് ആരും. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആർക്കെ മാളിന്റെ ഒരു കൂപ്പൺ. അപ്പൊ ഒരു ഉപകാരം, ആർക്കെ മാളിന്റെ ഒരു ഉപകാരം കൂപ്പൺ എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇത് മോൻ ചെയ്തേ. ഓക്കെ, ആരുമല്ല. പറ്റുമ്പോൾ കയറി വരും, കൊച്ചരം പിടിക്കുകയാണ്. ഏജ് കുറവുള്ള ഒരു കൊച്ചരം പിടിക്കുക ചെയ്തതാണ്. കിടിലം. പ്രിയപ്പെട്ടവർക്കൊന്ന് കാണിക്കാം. കുഞ്ഞാണ്, മാറിയില്ല, ഇങ്ങോട്ട് നിൽക്കും. അപ്പം നമുക്കിച്ചിരി 1 വയസ്സിനും 2 വയസ്സിനും മൂത്തവരാണ് അവർ ചെയ്താൽ പോലും ഏജ് കുറഞ്ഞ കുട്ടികൾ അത്രയും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതിനാണ് അംഗീകാരം കൊടുക്കേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും മോളെ കിടിലമായിട്ട് ചെയ്ത് എവിടെ നിന്നറിയാ? കേരളവരം. പപ്പയും മമ്മിയൊക്കെ എന്തെടുക്കുക? കലാകാരന്മാരാണ്. അവർ ശില്പികളും എല്ലാം ഉണ്ടോ വീട്ടിൽ? ഇതിന് മുമ്പ് മണശില്പം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ബീച്ചിൽ വന്ന് കളിച്ചില്ല, മണവരി കളിച്ചില്ല, ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. മറ്റന്നാ മുതൽ ഇനി വരണം. മറ്റൊന്നല്ല, ഈ ഒരു ഷോ ഉണ്ട്. അപ്പൊ വലിയൊരു ശില്പം ചെയ്ത് മോള് വരണം കേട്ടാ. നമ്മളെ ഹെൽപ്പ് ചെയ്യാം കേട്ടാ. 31-ാം തീയതി വരുമോ? എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊന്ന് എന്നെ സഹായിക്കണം. ശരി, ഓക്കെ. അപ്പം ആർക്കെ മാൾ നൽകുന്ന ഒരു ഉപകാരമുണ്ട്. മോള് നിന്ന സ്ഥലം ഇവിടെയായിരുന്നു. ടീച്ചർ സെക്കൻഡ് വരും. വന്നു. 3ാമത് കുട്ടി വരും. ഈ കുട്ടി വരും. വരും. 4ാമത്. തേങ്ങ എല്ലാവരും തകർത്തിട്ടുണ്ട്. ഇതാരാണ് ചെയ്തത്? ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ഈ കുട്ടി വരും. ചെരുപ്പ് മാറി. ചെരുപ്പ് ഇട്ടേ. ചെരുപ്പ് ആരും കൂടെ. ഓക്കെ, തകർത്തു കളഞ്ഞു. ഇനിയും നിങ്ങളെ പോലെ ചെയ്തവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കും നല്ല മിടുക്കന്മാർ തന്നെയാണ്. അവർ ചെയ്ത പരാജയമൊന്നുമില്ല. ആരും തോറ്റിട്ടില്ല. എല്ലാവരും ജയിച്ചവരാ. ഓക്കെ, മുകളിൽ കയറി വരും. ഇവിടെ നമ്മളെ ഷെയറിൽ വീണ്ടും ഒരു മാർക്ക് ഇട്ടേക്കുന്നു. തകർത്തിരിക്കുകയാണ് അദ്ദേഹം. ആർക്കും ഒരു വിഷമം ഉണ്ടാവണ്ട. ഓക്കെ, നിന്നോളൂ. ഓക്കെ, മുകളിൽ വരൂ. ഈ തേങ്ങയുടെ
ഇത് ചെയ്താരായിരുന്നു? വിളിച്ചല്ലോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വിളിച്ച ആരായിരുന്നു? മോൾക്കുട്ടിയാ? മോളിപ്പുറത്തെ മോളിപ്പുറം. അപ്പം RK വെഡിങ് മാൾ നൽകുന്ന ഒരു ഉപകാരം, ആ ഉപകാരം വാങ്ങാൻ ഒരു ഭാഗ്യമുണ്ടായ കൊല്ലം ജില്ലയിലെ കൊല്ലം ബീച്ചിൽ, ഈ ബീച്ചിലും ഈ ഗോൾഡൻ മണ്ണിലും ഈ അലയടിക്കുന്ന വെള്ളം കൊണ്ട് ചാലിച്ചു അത് തേങ്ങയാക്കി മാറ്റിയ ഈ കുട്ടിക്ക് 1000 എന്റെ എല്ലാ ആശംസകളും. ഒരുപാട് ശില്പങ്ങൾ ജനിക്കട്ടെ. ഒരുപാട് മോളെ പേരെന്തുവാ? ഒരുപാട് ആമിയ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് RK വെഡിങ് മാളിന്റെ ഒരു പ്രകാരം ഒരു കയ്യടി. താങ്ക് യു. കൂടാതെ സെക്കൻഡ് ആരായിരുന്നു? സെക്കൻഡ് ആയിരുന്നു. ഓക്കെ. ഒരുപാട് മനസ്സിപ്പം ചെയ്തിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ RK വെഡിങ് മാൾ നൽകുന്ന ഒരു പ്രകാരം ഒരുപാട് മനസ്സിപ്പം ചെയ്യാൻ കഴിയട്ടെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഏതാ സ്ഥലം? എവിടെയാ? മയ്യനാട് സ്വദേശിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ മനസ്സിപ്പം ചെയ്യാം. മയ്യനാട് ഇപ്പൊ നിങ്ങൾ അവിടുത്തെ ബീച്ചിന്റെ പേരെന്തുവാണ്? അവിടുത്തെ മയ്യനാട് ഒരു ബീച്ചുണ്ടല്ലോ ഇപ്പം, താനി ബീച്ച്. അടിപൊളി ബീച്ചല്ലേ? ഇപ്പം ബീച്ച് ഈ ബീച്ചിനെ അപ്പുറത്തേക്ക് ആക്കുന്ന ഒരു ബീച്ചായി മാറുക. ഓക്കെ, താങ്ക് യു. ഫ്രണ്ടിലേക്ക് പോകും. ഈ ഭാഗ്യ കൂപ്പൺ മേടിച്ചുകൊണ്ട് ഉപകാരം മേടിച്ചിട്ട് മുന്നിലോട്ട് പോവുക. മോളെ എവിടെ വരിക? ചവറ കോവിൽത്തോട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ചവറ പോകുന്ന വഴിക്ക് കോവിൽത്തോട്ടം ഇവിടെ മോളെ ചവറ പോകുന്ന റൂട്ട് അല്ലേ? ഓക്കെ. അപ്പൊ മോളെ കിട്ടില്ല, പറയാൻ വാക്കുകളില്ല. നിങ്ങളെ ഒരു പാട്ട് എനിക്ക് വേണ്ടി. അതുകൊണ്ട് മണശില്പത്തിന്റെ ഗുരുവിന്റെ പേരറിയാവോ? മണശില്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഗുരു ആരായിരിക്കും? അറിയത്തില്ല. അതാണ് പൊൻപോ. ശില്പി രാജേന്ദ്ര പ്രസാദ്. അറിഞ്ഞിരിക്കണം. ആരും ചോദിക്കില്ല പേരെന്താണെന്ന്. ആദ്യം ഗുരു ഞാനല്ലേ? ഇപ്പൊ ഞാനാണല്ലോ പഠിപ്പിച്ചത്. ഇപ്പൊ അതിന്റെ ടെക്നിക്ക് തീർച്ചയായിട്ടും ലാമൻഷൻ കാർഡൊക്കെ തരുന്നു. നമ്മൾ ഇവിടെ ആണല്ലോ തുടങ്ങിയത്. അപ്പൊ എന്തോ പറയും? രാജേന്ദ്ര പ്രസാദ്. അറിയണം. പേര് നീണ്ടുപോയിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് പറയാം. ശില്പി എന്ന് മാത്രം എല്ലാവരും അറിയുന്നത്. ഓക്കെ, താങ്ക് യു. RK വെഡിങ് മാൾ നൽകുന്ന ഒരു ഉപകാരം. എന്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കാണണേ, ഒന്ന് ഷെയർ ഒക്കെ ചെയ്യണേ. കെ മീഡിയ ലോകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം വീട്ടിൽ ചെന്ന്. ഓക്കെ, വെൽക്കം. എന്തുകൊണ്ട് പോലെ അടിപൊളി കോഴ്സ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചക്കവള്ളി. അവിടെ ചക്കവള്ളിയാ? നമ്മൾ ചക്കവള്ളി പറഞ്ഞിരിക്കാം. ശാസ്ത്രം കൊട്ട. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നമ്മളെ ഏരിയ. ഞാൻ അവിടെ വരുന്നവരുണ്ട്. ഞാൻ അവിടെ കുറച്ച് പൂപ്പട്ടിയൊക്കെ ഉണ്ട്. അവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് വരാം. എന്റെ തോട്ടത്തിൽ വരും. പോരുവഴി. ശരി. അപ്പൊ പോരുവഴി എപ്പോഴും വരുന്നതാണ് കേട്ടോ. പോരുവഴി. അപ്പം തീർച്ചയായിട്ടും പോരുവഴി എപ്പോഴും വരും. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിശേഷങ്ങളും മോക്കൂടെ വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ യൂട്യൂബ് ചാനലാണ് കെ മീഡിയ. അറിയാമല്ലോ? ഓക്കെ, താങ്ക് യു. നമ്മളെ യൂട്യൂബ് ചാനൽ എംപ്ലോയർ അറിയാമല്ലോ? കാണിച്ചിരും. ഇവിടെ തീർച്ചയായും വരാം. ഓക്കെ, താങ്ക് യു. നമ്മളെ ഒരുപാട് മണശില്പം ചെയ്യട്ടെ. ഇങ്ങനെ നമുക്കൊരു 10 ദിവസം നീണ്ട ഒരു മണശില്പ സൗജന്യ ക്ലാസ് ഒരുക്കി തന്ന RK വെഡിങ് മാളിനെ ഒരവസരത്തിലൂടെ ഒരു നന്ദി പറയുന്നു. അവർക്കൊരു താങ്ക് പറഞ്ഞേ. Thank you RK Wedding Mall for giving this chance. Thank you. അപ്പൊ നീ അടുത്ത റൗണ്ട് ഇനി പങ്കെടുത്തവരാരും തോറ്റിട്ടില്ല. തോൽക്കുന്നവർ ജയിക്കുന്നവരാണ് അല്ലേ? തോൽക്കുന്നവരൊന്നുമില്ല, ഇവിടെ ജയിച്ചവരേ ഉള്ളൂ. തീർച്ചയായിട്ടും കൈവയ്ക്കട്ടെ. ക്ലാസ്സിലുള്ളവർക്കെല്ലാം വാരി കൊടുക്കുക. എന്തേ? 1 മണിയിലല്ലേ? 1 2 RB മാളിൽ പോയി പർച്ചേസ് ചെയ്യുക. എന്താ RB മാളിൽ പോയി പർച്ചേസ് ചെയ്യുക. ഇവിടെ മാറി ഇവിടെ നിന്നവര് മോളെ തന്നെ പോണം. ഓക്കെ, എന്താ ഇനി ഇവിടെ ആരും തോറ്റിട്ടില്ല. എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും കൊണ്ട് തോറ്റിട്ടില്ല. തോറ്റ ചരിത്രമില്ല. ഇവിടെ വരുന്നവരെല്ലാം ജയിച്ചവരാണ്. നാളെ പോയി ജയിച്ചു വരിക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ. അയ്യോ, ഇവിടെ 2 പേര് ഇപ്പൊ അനങ്ങാതിക്കാണ്. വിളിക്കണ്ടേ? കയറി വരും. അവർക്കൊരു അവസരം കയറി വരും. അവര് വീട്ടിൽ കയറി വരും. മുളക്കുട്ടി അവിടെ ഭംഗിയായിട്ട് ചെയ്തു. കയറി വരും. അവരും നല്ല രീതി ചെയ്തിട്ടുണ്ട്. മോളെ ആദ്യമായാണോ മണശില്പം ചെയ്യുന്നത്?
ആദ്യമായിട്ടാണോ ആദ്യമായി കാണുന്നത്? ഇല്ല. എവിടെ സ്ഥലം? നമ്മൾ ആയിച്ചെന്നല്ലൂര്. ആയിച്ചെന്നല്ലൂർ കൈതക്കുറ്റി TV ജംഗ്ഷൻ. നമ്മൾ അജാസിന്റെ വീട് അടുത്താ. അജാസ് ഇവിടെ വന്നില്ലെങ്കിൽ അവിടെ ഒന്ന് പൊക്കും. അജാസിന് ഇന്നലെയും വന്നു. അജാസ് നിങ്ങൾ ആയിച്ചല്ലൂര് കുളത്തിന്റെ പുറം അജാസിന്റെ വീട് അറിയാമോ? ആ അജാസിന്റെ പുലിമുരുകൻ സിനിമയിൽ അഭിനയിച്ച അജാസിന്റെ വീട് തൊട്ടടുത്ത അറിയത്തില്ല. അവിടെ എവിടെയാണ് താമസിക്കുന്നത്? അതെന്താ എല്ലാം അറിയണം. ആ കുളത്തിന്റെ അടുത്ത് എവിടെയാണ് താമസിക്കുന്നത്? പ്ലാക്കാട്. അന്നെ ആയിച്ചല്ലൂർ ജംഗ്ഷനിൽ. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ അവിടെ കുട്ടിക്കാലത്തൊക്കെ തിയേറ്റർ, അശോക് തിയേറ്ററിൽ വരും സിനിമ കാണാനൊക്കെ. ഞാൻ അവിടെ ഉള്ള ആളന്നെ, അവിടെയും വരും. ഓക്കെ, അപ്പൊ RK വെഡിങ് മാൾ നൽകുന്ന ഒരു ഉപകാരം കൈ ബാക്കി നിങ്ങളും. താങ്ക് യു. ഓക്കെ, ഏത് സ്കൂൾ നമ്മൾ പഠിക്കുന്നത്? അപ്പൊ ഇനി ഒരുപാട് മണർഷിപ്പ് ചെയ്യണം കേട്ടോ, ശ്രമിക്കണം. ഓക്കെ, RK മാൾ നൽകുന്ന ഒരു ഉപകാരം. മോൾക്കുട്ടി നോക്കിറങ്ങാം. ഓക്കെ, ഇവിടുന്ന് ആ ചവിട്ടി അവിടെ താഴെടുക്കും. ആ ഓക്കെ ഓക്കെ. മോൾക്കുട്ടി ഒരു പാട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ഞങ്ങൾ എന്താ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാനാണ് ആലോചിക്കുന്നത്. മോക്ക് ഏതെങ്കിലും അറിയാവുന്ന ഒരു പാട്ട്. ഇവിടെ അറിയാവുന്നവരല്ല, ഇവിടെ അറിയാൻ വയ്യാത്തവർക്ക് പാട്ട് പാടുകയും ശില്പങ്ങൾ ചെയ്യുവാനും ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ഒന്ന് പാടൂ, ചെറിയൊരു പാട്ട്. ശരി, മോള് മണക്കുറത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റും? അല്ലേ, നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ RK വെഡിങ് മാളിന് എന്താ അവരോട് പറയാൻ വാക്കു? താങ്ക് യു. അപ്പൊ അവരൊരു ഉപകാരം. താങ്ക് യു.